രണ്ടാം ദിവസവും മൂന്നാം ദിവസവും തള്ളി നീക്കവേ ഏകാന്തതയുടെ പരമോന്നതയിൽ എത്തിനിരുന്നവൻ അവളുടെ സ്വരമൊന്ന് കേൾക്കാതെ അവളുടെ മുഖമൊന്ന് കാണാതെ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ പോലും അവനുണ്ടായി. അവളുടെ അഭാവം തനിക്ക് ഇത്രയും തീവ്രമായ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമേയുള്ളൂ, പ്രണയം. തനിക്ക് അവളോടും പ്രണയം തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാവാം മറ്റുള്ളവരോട് അവൻ ദേഷ്യപ്പെട്ടും കലഹിച്ചും കൊണ്ടിരുന്ന് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിച്ചു. വീട്ടിലെത്തിയ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ദേവാമൃതം എന്ന് പറഞ്ഞ് കഴിച്ചവൻ കഴിഞ്ഞ 3 ദിവസത്തെ ഭക്ഷണത്തിൽ അവൻ പല കുറ്റങ്ങൾ നിരത്തി. ദേവകി അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തുടങ്ങിയിരുന്നു, അവളുടെ അഭാവം അവനിൽ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. 4-ാം ദിവസം രാവിലെ അവന് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദു കയറി വന്നു. അബദ്ധത്തിലാണ് നന്ദു അവിടേക്ക് കയറി വന്നെങ്കിലും മൊബൈൽ സ്ക്രീനിൽ അവളുടെ മുഖം കണ്ടതും അവന്റെ മുഖത്ത് പൂനിലാവുതിച്ച പ്രതീതിയായിരുന്നു. അവളോടൊന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിലും അവളുടെ മുഖമൊന്ന് കണ്ടല്ലോ. അന്നത്തെ ഒരു ദിവസം അവൻ ദേവലോക തുല്യം തന്നെയായിരുന്നു. സന്തോഷത്തിന്റെ മുടി ചൂടാമനായി തന്നെ അന്നത്തെ ദിവസം അവൻ കാണപ്പെട്ടു. അവളുടെ വരവിനായി അവൻ ആ രാത്രിയിലും കാത്തിരുന്നു. കാത്തിരിപ്പിനുള്ളിൽ അവൻ ഉറക്കത്തിലേക്ക് വീണപ്പോഴും രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴും അവളെ കണ്ടിരുന്നില്ല. പരിഭവം തോന്നിയെങ്കിലും ആ പരിഭവം പുറത്തു കാണിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ 2-3 ദിവസങ്ങൾ കൂടി കടന്നുപോയിരുന്നു. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മുവിനെ കണ്ടത് അവൻ്റെ സന്തോഷം ഉണർന്നു. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെന്ന് അവിടെ ആകമാനം നോക്കിയവന് നിരാശയായിരുന്നു ഫലം. പക്ഷെ അവളുടെ സാന്നിധ്യം മാത്രം ആ വീട്ടിൽ അറിയാനില്ലായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന ബോധ്യം വന്നപ്പോൾ അവൻ ദേവകി അമ്മയോട് തിരക്കി. 4 ദിവസം ടൂർന്ന് പറഞ്ഞിട്ട് അനുപോയിട്ട് ഒരാഴ്ചയുടെ മേലായല്ലോ അമ്മേ, അവളെവിടെയോ? അവന്റെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന അമ്മമ്മനം സന്തോഷിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, വിശ്വം വിളിച്ചിരുന്നു മോനെ, അവനൊന്ന് വീണു, കാലൊന്ന് ഫ്രാക്ചറായി. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഷോപ്പ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ബാംഗ്ലൂർ ടൂർ പോയതുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ ഞാൻ തന്നെ അവളോട് പറഞ്ഞു. കാലൊന്നും ശരിയാവാൻ ഒരു 15 ദിവസമെങ്കിലും എടുക്കും മോനെ, അത് കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ പറഞ്ഞു. കോളേജ് അവധിയല്ലേ, ഇവിടെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ, നിനക്കാണെങ്കിൽ അവളെ കാണുന്നത് ചതുർത്ഥി, അതുകൊണ്ട് കുറച്ചാൾ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. നിനക്കും അത് തന്നെയല്ലേ ഇഷ്ടം? ദേവകിയമ്മയുടെ സംസാരം കേട്ടതും അവന്റെ ദേഷ്യം പരമോന്നതയിൽ എത്തിയിരുന്നു. എങ്കിലും അമ്മയാണല്ലോ എന്ന ഓർമ്മയിൽ അവൻ തന്റെ കോപം നിയന്ത്രിച്ചു നിർത്തി. ഒന്നും പറയാതെ അവൻ മുറിയിലേക്ക് പോവുകയും ചെയ്തു. ഇത് കണ്ടെന്ന് അമ്മു പറഞ്ഞു, ഏറ്റിട്ടുണ്ട്, നമ്മൾ വെച്ച പണി ഏറ്റിട്ടുണ്ട് വല്യമ്മേ. കലിപ്പം പോലീസിന്റെ മനസ്സ് ഇളകി തുടങ്ങി. ഇനി നമ്മുടെ അനുവിനോട് പ്രണയമായിരിക്കും, അടങ്ങാത്ത പ്രണയം, ഒട്ടുങ്ങാത്ത പ്രണയം, ഒടുക്കത്തെ പ്രണയം, വല്ലാത്ത പ്രണയം. വല്യമ്മ നോക്കിക്കോ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ കലിപ്പം പോലീസ് മാനസമയനെ പാടി നടക്കും, നോക്കിക്കോ. അനുവിന് നിഗമനം ഒട്ടും തെറ്റിയില്ല. പിന്നെയുള്ള ദിവസങ്ങൾ കലിപ്പം പോലീസിന്റെ തനി രൂപം കാണുകയായിരുന്നു അവർ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്നവന്റെ വിഷമം ആ അമ്മ കണ്ടു. എന്നാൽ വിശ്വത്തിന്റെ കാല് നേരെയാവാതെ എങ്ങനെയാണ് അനുവിനെ നാട്ടിലേക്ക് വിളിപ്പിക്കുന്നതെന്ന ചിന്തയിലായിരുന്നു അവർ. ദിവസങ്ങൾ കടന്നുപോകും തോറും കലിപ്പൻ പോലീസിന്റെ ദേഷ്യം കൂടി വന്നു. ഒരു ദിവസം വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നവൻ അടുക്കളയിലെ തട്ടുമുട്ടും കേട്ടാണ് അടുക്കളവാതിലേക്ക് ചേർന്നിന്ന്. അപ്പോൾ കണ്ടു പാത്രം കഴുകുന്ന ദേവകിയമ്മയും ദോശ ചൂടുന്ന അമ്മൂനെയും ദോശ കഴിക്കാൻ സ്ലാബിന്മേൽ പ്ലേറ്റുമായിരിക്കുന്ന അനുവിനെയും. ഒരു വേള താൻ സ്വപ്നം കാണുകയാണെന്ന് പോലും നന്ദുവിന് തോന്നിപ്പോയി. അവളെ കണ്ടതും അത്രമേൽ അവന്റെ മനസ്സിൽ ആഹ്ലാദം നുരഞ്ഞു പൊന്തിയിരുന്നു. സ്വപ്നം കാണുകയില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തന്റെ അമ്മ പ്രയോഗിക്കാനുള്ള ആ ടെക്നിക്ക് അവനും പ്രയോഗിച്ചു നോക്കി. അവന്റെ വലതു കൈയിലൊന്ന് നുള്ളി നോക്കി. വീണ്ടും അവൾ നോക്കി. അപ്പോൾ താൻ കാണുന്ന സത്യം തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. അറിയാതെ തന്നെ അവളുടെ രൂപം അവന്റെ മനസ്സിൽ ചേക്കേറി. കണ്ണിമ വെട്ടാതെ അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി. നിന്നു നിൽപ്പിൽ താൻ അനുഭവിച്ച മാനസികാവസ്ഥയും അവളോടുള്ള പ്രണയവും അവളോട് തോന്നിയ വികാരവുമെല്ലാം അവനെ ഏതോ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും ശ്രമിച്ചിട്ടും അവന്റെ വികാരങ്ങൾ അവളിലേക്ക് എത്തിക്കാൻ അവൻ ആവേശം കൊണ്ടു. അവൻ അവനെ തന്നെ മറന്നു, അവന്റെ ചുറ്റുപാടുകൾ മറന്നു. അവന്റെ ലോകം അവളിൽ മാത്രം ഒതുങ്ങി. അവന്റെ നിയന്ത്രണം അവനിൽ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി. കാലുകൾ അറിയാതെ തന്നെ അവൾ ഇരിക്കുന്ന അടുക്കള സ്ലാബിന്റെ ഭാഗത്തേക്ക് ചലിച്ചു. ആദ്യം നടന്നുവെങ്കിലും പിന്നീട് കാലുകൾ നിയന്ത്രണമില്ലാതെ കാറ്റുപോലെ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അടുക്കള ജോലിയിൽ മുഴുകിയിരുന്ന ദേവിയമ്മയും കാണുന്നത് അനുവിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന നന്ദുവിനെയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവരിരുവരും അവരെ നോക്കി നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഓടിയെടുത്ത നന്ദു അനുവിന്റെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ആഴ്ത്തുന്നതായിരുന്നു അവർ കണ്ടത്. പെട്ടെന്നുണ്ടായ പകപ്പിൽ അനു തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കിയെങ്കിലും തന്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടാഴ്ത്തി വരുന്നവനെ അനുവും കണ്ടിരുന്നു. തടയാൻ ശ്രമിച്ചവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞത്. മൃദുവായി തുടങ്ങിയ ചുംബനം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ അധിക സമയം എടുത്തിരുന്നില്ല. എന്നാൽ ഇത് കണ്ട് പകച്ചിരുന്ന അമ്മുനെയും വലിച്ചെടുത്തുകൊണ്ട് ദേവകിയമ്മ അടുക്കളുടെ പുറത്തേക്ക് എത്തിയിരുന്നു. പുറത്തുനിന്നും കഥകടച്ചു. ശ്വാസം കിട്ടാതെ അവന് പിടിച്ചവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവൻ കൂടുതൽ ആഴത്തിൽ അവളുടെ ചുണ്ടുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ചുണ്ടുകളിൽ നിന്ന് ചുംബനം നാവിലേക്ക് ഇഴയുമ്പോഴും നാവുകളിൽ കെട്ടി വീഴുമ്പോഴും അവന്റെ കൈകൾ വിശ്രമമില്ലാതെ അവളുടെ ശരീരത്തിൽ ഓടിത്തുടങ്ങിയിരുന്നു. തടയാൻ ശ്രമിച്ചവൾ അവന്റെ വന്യതയിൽ അടിമപ്പെട്ടു തുടങ്ങിയ നിമിഷം അവന്റെ ചുംബനം സ്വീകരിച്ചുകൊണ്ട് അവന്റെ പിൻകഴുത്തിൽ അവളുടെ കൈകൾ ചുറ്റി വരിയപ്പെട്ടു.
അവന്റെ ശരീരത്തിൽ അരക്കു താഴെ വന്ന മാറ്റം അറിയപ്പെട്ട അവൻ വേഗത്തിൽ അവളെ മുത്തിപ്പുണർന്നുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും വികാരങ്ങൾ മറ്റു തലങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങുമ്പോഴായിരുന്നു അവന്റെ പോക്കറ്റിലെ ഫോൺ റിങ് ചെയ്തത്. തൽക്ഷണം ഞെട്ടിമാറി ഇരുവരും തങ്ങൾ എന്താണ് ചെയ്തെന്ന് ആലോചിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടുകളിൽ തന്നെയായിരുന്നു. അതിനോടൊപ്പം ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു താഴുന്ന മാറിടങ്ങളും അതിന് താഴെ ധാവണിക്കിടയിൽ കൂടി കാണുന്ന ആലില വയറിലും അതിലെ നാഭിച്ചുഴിയും അവനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒട്ടും ജാളിയതില്ലാതെ തന്നെ അവളെയൊന്ന് കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ് ചുണ്ടുകളിൽ ഒന്ന് കടിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അടുക്കള വിട്ടു പോയിരുന്നു. ആദ്യമായി അറിഞ്ഞ പുരുഷന്റെ ചൂടിൽ അവൾ അങ്ങനെ ഇരുന്നു. ആ സ്ലാബിന്റെ മുകളിൽ അവന്റെ ഉമിനീരും അവന്റെ വിയർപ്പും കുതിർന്ന തന്റെ ശരീരത്തിലേക്ക് അവൾ ഒന്നുകൂടി നോക്കി. ആവേശത്തോടെ അവൻ പുണർന്ന തന്റെ ശരീരം. അവളുടെ ചുണ്ടിൽ ആ ചിരി അവളുടെ ആവേശമായിരുന്നു കാണിച്ച്. എന്നാൽ പെട്ടെന്നാണ് ആവേശം കെട്ടടങ്ങിക്കൊണ്ട് അവളുടെ ഓർമ്മയിലേക്ക് ദേവകി അമ്മയുടെ അമ്മുവിന്റെയും മുഖങ്ങൾ കടന്നു വന്ന്. ദൈവമേ, തന്റെ മാനഷിപ്പ് കയറി. ഇനി അവളുടെ മുഖത്തെ എങ്ങനെ നോക്കും? ഒരു പരവേശത്തോടെ അടുക്കളയുടെ പുറത്തേക്ക് വന്നവൾ കണ്ടു തൂണും ചാരി നിൽക്കുന്ന ദേവകി അമ്മയെ. എന്തു പറയണമെന്നറിയാൻ നിന്ന് വെട്ടിവീർക്കുന്നവളെ ദേവകിയമ്മ ഒന്ന് സൂക്ഷിച്ച് നോക്കി. പെട്ടെന്നാണ് അനുവിന് അമ്മുവിന്റെ കാര്യം ഓർമ്മ വന്ന്. വിഷയം മാറ്റുന്ന രീതിയിൽ അനു ദേവകിയമ്മയോട് ചോദിച്ചു, അമ്മയുടെ തമാശ പറയുന്ന മട്ടിൽ ദേവകിയമ്മ അനുവിനോട് പറഞ്ഞു. ഞാൻ അമ്മുവിനെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. പ്രായപൂർത്തിയായ പെണ്ണല്ലേ, ഇനി ഇവിടുന്ന് വല്ലതും കണ്ട് പേടിച്ചിട്ട് രാത്രി പിച്ചുമ്പേയും പറഞ്ഞാലോ? അവിടെ തന്തയോടും തള്ളിയോടും ഞാനല്ലേ സമാധാനം പറയേണ്ടത്. അത് കേട്ട് അനുവിന്റെ മുഖമൊന്ന് ചുമന്നപ്പോൾ ദേവകിയമ്മ അവളുടെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ നന്ദുമോനെ നിന്നെ വലിയ ഇഷ്ടാ. അതെനിക്ക് മനസ്സിലായി. എപ്പോഴും ഇനി നീ അവന്റെ അരികിൽ തന്നെ വേണം. ഈ അമ്മ പ്രാർത്ഥിക്കാത്ത ഈശ്വരന്മാരില്ല. എന്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന്. അത് കേട്ടാണ് ദേവകിയമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നു സന്തോഷ കണ്ണുനീർ വീഴ്ത്തി. തന്നെ നന്ദുവേട്ടൻ തന്റെ മാത്രം എന്നവൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ നന്ദുവിന്റെ പതിവുകളെല്ലാം തെറ്റിയിരുന്നു. കാണാതിരുന്ന് കണ്ടപ്പോൾ പെണ്ണിനോട് വല്ലാത്തൊരാവേശമായിരുന്നു. പെണ്ണിന്റെ ആ പവിഴച്ചുണ്ട് കണ്ടപ്പോൾ തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ തോന്നി. എന്തിനാണ് താനപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചെന്നോ ചെയ്തെന്നോ തനിക്കറിയില്ല. തന്റെ അടുത്ത് നിന്ന് അവൾ മാറിയുന്നപ്പോൾ താൻ അനുഭവിച്ച ഏകാന്തതയും വിരസതയും തന്നെ മുഴുഭ്രാന്തനാക്കിയിരുന്നു. അനുഭവിച്ച ഹൃദയവേദന അത് അവളോടുള്ള പ്രണയമായി തന്നെ മാറിയിരുന്നു. ഹൃദയമല്ലാതെ അവളോട് അടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശരീരം തന്നെ മാറ്റത്തറിഞ്ഞുകൊണ്ടും താൻ അങ്ങനെയൊക്കെ കാണിച്ച് ഇനി ഇങ്ങനെ പെണ്ണിന്റെ മുഖത്ത് നോക്കും. അതിന് അവള് മാത്രമല്ല, തന്റെ അമ്മയും അമ്മ ഇതെല്ലാം കണ്ടു. പെണ്ണീട്ടിലെന്ന് വാശി പിടിച്ചു നിന്നിട്ടും മനസ്സിലാ മനസ്സോടെ തന്നെയാണ് അനുവിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ തന്റെ ഉള്ളിലെ തീവ്രമായ അനുരാഗം അവൾ മാത്രം അറിഞ്ഞാൽ പോരായിരുന്നു. അത് തന്റെ അമ്മയും പെങ്ങളും തന്റെ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കി. ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? താൻ ചെറുതായ പോലെ തോന്നിപ്പോയി നന്ദുവിന് ആ സമയം. എത്ര സമയം ആലോചനയിൽ അങ്ങനെ നിന്നു എന്ന് അവൻ അറിയില്ല. താഴേക്ക് ചായ കുടിക്കാൻ വേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ടാണ് ദേവകിയമ്മ ചായയുമായി അനുവിനെ മുകളിലേക്ക് അവന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട്. പോവാൻ തയ്യാറാവാതെ താഴെ നിന്ന് തിരുവാതിര കളിക്കുന്നവളെ പറഞ്ഞ് അനു നയിപ്പിച്ചിട്ടായിരുന്നു അവർ മുറിയിലേക്ക് വിട്ടത്. പടികൾ ഓരോന്ന് കയറുമ്പോഴും ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കയ്യിലിരുന്ന ചായ തുളുമ്പുന്ന പോലെ അവൾക്ക് തോന്നിപ്പോയി. മുറിയിലെത്തിയതും വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ റൂമിനകത്ത് കയറി. എന്നാൽ പതിവുകൾ തെറ്റിച്ചുകൊണ്ട് അവൻ ജനലോരത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നന്ദേട്ടാ എന്നുള്ള അവളുടെ വിളി കേട്ടാണ് അവനും തിരിഞ്ഞു നോക്കിയത്. ഉള്ളമൊന്ന് കുതിർത്ത പോലെ തോന്നിയവന് ചുവന്ന ചുണ്ടുകളും മാൻപേടക്കണ്ണുകളുമായി തന്റെ പാതി തന്റെ മുന്നിൽ നിൽക്കുന്നു. അല്പം മുമ്പ് കഴിഞ്ഞുപോയ തങ്ങളുടെ പ്രണയ നിമിഷങ്ങളിൽ ഉയറി നിൽക്കുന്നവളെ ഒരു ചെറുചിരിയോടെയായിരുന്നു അവൻ കണ്ടതെങ്കിലും അവനിൽ ഒരു ജാളിയത തോന്നിപ്പോയി. മുന്നിൽ നിൽക്കുന്നവനിൽ നിന്നും മറുപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ വീണ്ടും വിളിച്ചു, നന്ദേട്ടാ ചായ. കുറച്ച് വെയിറ്റിട്ട് നിൽക്കുന്ന നല്ലതാണെന്ന് തോന്നിയ നന്ദു അല്പം ഗൗരവത്തിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു, ഇതെന്താ ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? ഇന്ന് ചായ കുടിക്കാൻ നന്ദേട്ടൻ അങ്ങോട്ട് കണ്ടില്ല. അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു, അവള് ചെയ്യും, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്നിട്ട് കുടിച്ചോളാം. അത് കേട്ടും തിരിഞ്ഞടക്കാൻ തുടങ്ങിയവളോട് അവൻ വീണ്ടും ചോദിച്ചു. ഒരു ചിരിയോടെയായിരുന്നു അവനതിന് മറുപടി പറഞ്ഞു, അമ്മുവിനെ അപ്പിയമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ നിന്ന് ഇനി അരുതാത്ത വല്ലതും കാണുന്നു പറഞ്ഞാണത്രേ. അനുവിന്റെ ആ വാക്കുകൾ അവനിൽ ഒരു അമ്പരപ്പുണ്ടാക്കിയെങ്കിലും അവനത് പുറത്തു കാട്ടാതെ തന്നെ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി. അനുവിന് എന്തുകൊണ്ടോ വല്ലാത്തൊരു സന്തോഷം തോന്നി. മനസ്സിൽ താൻ ഇതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും അറുതി വന്ന പോലെ എന്തോ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോവുകയും ചെയ്തു. കുളി കഴിഞ്ഞു വന്ന നന്ദു താഴേക്ക് പോകാൻ ശ്രമിച്ചിരുന്നില്ല. അവൻ തീർക്കാനുള്ള പെൻഡിങ് ഫയൽ വർക്കുകൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ കോളുകളിൽ നിന്നും അവൻ അസ്വസ്ഥനാവുകയും വലിഞ്ഞുമുറിയ മുഖത്തോടുകൂടി ആരോടുന്നില്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. 10 മണിയോട് അടുത്തിട്ടും ഭക്ഷണം കഴിക്കാൻ താഴേക്ക് കാണാത്തവനെ തിരക്കി ദേവകിയമ്മ മുകളിലേക്ക് വന്നു. ധൃതിയിൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നവനെ നോക്കിക്കൊണ്ട് ദേവകിയമ്മ വിളിച്ചു. മുഖമൊന്ന് ഉയർത്തി നോക്കിയെങ്കിലും 5 മിനിറ്റ് എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ ജോലി തുടർന്നു. അവർ താഴേക്ക് പോയി. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞതും പടികൾ ഓടിയിറങ്ങി വരുന്നവനെ ദേവകിയമ്മ നോക്കിയിരുന്നു. താഴേക്ക് വന്നവൻ ദേവകിയമ്മയുടെ അരികിലായി ചേർ വലിച്ചിട്ടിരിക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കാനും മറന്നിരുന്നില്ല.
ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോകുമ്പോഴും താൻ കാണാൻ ആഗ്രഹിച്ച മുഖം അവിടെ കണ്ടില്ലെന്ന ചെറിയ പരിഭവം അവനിലുണ്ടായിരുന്നു. മുറിയുടെ ഡോർ ലോക്ക് ചെയ്ത് അവൻ കാത്തിരുന്ന സമയങ്ങൾ വെറുതെയായി പോയതുപോലെ അവനും തോന്നി. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. അമ്മു പോയപ്പോൾ തന്റെ കൂടെ ആയിരിക്കും ഇന്ന് അവിടെ ഉറക്കമെന്ന് വിശ്വസിച്ചു. എന്നാൽ അവൾ ഉറങ്ങാൻ മുറിയിലേക്ക് വന്നിട്ടില്ല. ചിലപ്പോൾ അമ്മയുടെ കൂടെ കിടന്നു കാണും. എന്നാലും അവൾക്ക് സമയം കൊടുത്തേ പറ്റൂ. തന്നെ താങ്ങാനുള്ള ആവതും ആരോഗ്യം വേണ്ട പെണ്ണിന്. പിന്നെയുള്ള 2 ദിവസങ്ങളിൽ രാത്രി ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. അനുവിന്റെ ഉറക്കം ദേവകിയമ്മയുടെ കൂടെ തന്നെ. 3 ദിവസമായി ഇത് ആവർത്തിക്കപ്പെടുമ്പോഴും അവന്റെ മനസ്സുവല്ലാതെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. എന്തു തന്നെയായാലും അവളെ ഒന്ന് കാണുമെന്ന ആവേശമായി അവൻ താഴേക്ക് അമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അവനിൽ ഒരുപാട് സന്തോഷമുണർത്തി. തന്റെ അമ്മയെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നവൾ, ചിറക് മുളക്കുന്നതിന് മുന്നേ അമ്മയെ നഷ്ടപ്പെട്ടവൾ. എന്നാൽ ഇപ്പോൾ ഒരമ്മയുടെ മാറിന്റെ ചൂടിൽ അവൾ തണലായി ഉറങ്ങുന്നു. എന്തുകൊണ്ടോ നന്ദുവിന് ആ സമയം അവളോട് പ്രണയമോ കാമമോ അല്ല തോന്നിയത്, ഒരച്ഛന്റെ വാത്സല്യമായിരുന്നു. ചിരിക്ക് നിറം പിടിപ്പിച്ചുകൊണ്ട് അവൻ തിരികെ മുറിയിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി യൂണിഫോം ഇട്ട് ഒരുങ്ങി താഴേക്ക് വന്നവൻ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് സെക്ഷനിൽ ഇരുന്നു. നന്ദുവിന്റെ ഇഷ്ടഭക്ഷണമായ പുട്ടും കടലയും പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ ദേവകിയമ്മയുടെ മുഖം അവൻ ശ്രദ്ധിച്ചിരുന്നു. തന്നോട് എന്തോ കാര്യമായി പറയാൻ തയ്യാറെടുക്കാൻ തന്റെ അമ്മയെ അവന്റെ അരികിലായിരുന്നു മുക്കി മൂളുന്ന ദേവകിയമ്മയോട് അവൻ പറഞ്ഞു. അമ്മേ, അമ്മക്കൊരു മുഖവരിയുടെ ആവശ്യമില്ല, എന്തായാലും എന്നോട് പറയാം. അവന്റെ സംസാരത്തിൽ ആശ്വാസം കണ്ടെത്തിയ പോലെ ദേവകിയമ്മ പറഞ്ഞു തുടങ്ങി. മോനെ, അമ്മയ്ക്ക് പ്രായമായിട്ട് വരിക. നിന്റെ കല്യാണം കാണുന്നുള്ള അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് ദൈവം തമ്പുരാൻ സഹായിച്ചെന്ന്. ഇനി അമ്മക്ക് നിന്റെ ഒരു കുഞ്ഞിക്കാല് കൂടി കാണണം. അത് കേട്ട് നന്ദുവിലൊരു ചിരി വിടർന്നു. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മേ, അമ്മു ഇവിടേക്ക് താമസം ഷിഫ്റ്റ് ചെയ്ത മുതൽ അനു അമ്മുവിന്റെ കൂടെയാണ് ഉറങ്ങുന്നത്. അമ്മുവിനെ അമ്മയോടൊന്ന് പറഞ്ഞു വിട്ട ശേഷം അനു അമ്മയുടെ കൂടെയാണ് ഉറങ്ങുന്നത്. എന്റെ കൂടെ ഉറങ്ങാതെ പിന്നെ എങ്ങനെയാ അമ്മേ അമ്മക്ക് കുഞ്ഞിക്കാല് കാണാൻ പറ്റുക? ഇതിൽ പിന്നെ എനിക്കെവിടെയാ അവിടെ ഭർത്താവിന്റെ റോള്? എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിക്കാനും അമ്മയോടൊപ്പം ഉറങ്ങുന്നവൾക്ക് ദിവ്യകറുപ്പുണ്ടാക്കാനും എനിക്ക് മാജിക് ഒന്നും അറിയില്ലല്ലോ. ഞാനൊരു സാധാ പുരുഷനാ. കുഞ്ഞിക്കാല് കാണാൻ അതിൻ്റെതായ മാർഗങ്ങളുണ്ടല്ലോ. എന്തായാലും അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് അമ്മയുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കാം, പോരെ? നന്ദുവിന്റെ മറുപടിയായിട്ട് ദേവകിയമ്മ പറഞ്ഞ അബദ്ധമായി പോയില്ലെന്ന് പോലും ചിന്തിച്ചു പോയി. സത്യമാണ് അവൻ പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ ഒരു മുറിയിൽ ഉറങ്ങാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ താനൊരു മണ്ടി തന്നെയാണ്. കയ്യും കഴുകി കാറിലേക്ക് പോകുന്നതിനെ നോക്കുന്ന ദേവകിയമ്മക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല. പെണ്ണ് കിട്ടുന്നില്ല, ആ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞു നിന്നവനാ ഇപ്പൊ പെണ്ണിനെ മുറി കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് പോയത്. ഇനി അനുവിനെ തന്റെ കൂടെ കിടത്താൻ പാടില്ല. അവർ ഉറച്ച തീരുമാനമെടുത്തു. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയവന്റെ വലത് കയ്യിൽ ആ വലിയ ഡ്രസ്സിംഗ് കെട്ട് അവർ രണ്ടുപേരുടെയും ഹൃദയത്തിൽ വല്ലാതെ മുള്ളുവിളിച്ച പോലെയായിരുന്നു. ഒരു നിമിഷം ദേവിക അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി മോനെ? എന്താ നിന്റെ കയ്യില്? ആ അമ്മയുടെ മനമുറിഞ്ഞ കണ്ണുകൾ നീർച്ചാലാവുന്നത് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവരും കണ്ടുനിന്നു. അനുവിന്റെ കണ്ണുകളും ധാരധാരിയായി ഒഴുകുന്നുണ്ട്. പക്ഷേ ഏങ്ങലടികൾ മാത്രമേ അവളിൽ നിന്ന് പുറത്തു വന്നുള്ളൂ. എന്താ ഇത്? രണ്ടുപേരും ഇങ്ങനെ കരയുന്നു? എനിക്കൊന്നുമില്ല. കളക്ടറേറ്റിലെ മാർച്ചിൽ പോലീസും പാർട്ടികളും തമ്മിൽ നടന്ന സംഘർഷത്തിലുണ്ടായ ചെറിയൊരു മുറിവാന്റെ കയ്യിൽ. അതിന് നിങ്ങളിങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മാറിക്കോളൂ പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് കയറിപ്പോയി. എന്നാൽ സമാധാനമില്ലാതെ അമ്മയും മകളും അവന്റെ പിറകെ റൂമിലേക്ക് തന്നെ പോയി. റൂമിലെത്തിയപ്പോൾ കണ്ടതോ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ പാടുവിടുന്നവനെ. ഇപ്പോഴാണ് തന്റെ ആവശ്യം അവന് കൂടുതൽ വേണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി അവൾ. അത് കണ്ടുകൊണ്ടാണ് ദേവകിയമ്മ താഴേക്ക് പോയത്. ഒരു വേള അവന്റെ മുമ്പിലായി നിന്നുകൊണ്ട് അവന്റെ ഷർട്ടുകളുടെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു കൊടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി അലഞ്ഞു. അവന്റെ ശരീരത്തിലെ ഷർട്ട് ഇരുവശത്തേക്ക് വിടർത്തിയപ്പോഴാണ് വലത് കൈയിൽ തന്നെ തോളിന് മുകളിലായിട്ടുള്ള അടുത്ത മുറിവ് ഡ്രസ് ചെയ്തിരിക്കുന്ന അവൾ കാണുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവന്റെ മുഖത്തേക്കാണ് ആ നോട്ടം പോയത്. തോളിന് താഴേക്കും നെഞ്ചിലേക്കുമായി പടർന്നിടക്കുന്ന രക്തക്കറയുടെ പാടുകൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നനയിച്ചുകൊണ്ടിരുന്നു. അവനെ പിടിച്ച് കട്ടിലിരുത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയി ഒരു ബോളിൽ ചൂടുവെള്ളം കോട്ടനും കൊണ്ടുവന്നവൾ. ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൺ കൊണ്ട് അവന്റെ ശരീരം മാറ്റുമ്പോഴും അവളുടെ സ്പർശനം അവനെ സന്തോഷവാനാക്കിയിരുന്നു. തനിക്ക് വേണ്ടി കരയുന്നവളുടെ കണ്ണുകളിലേക്ക് അവൻ ആഴത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇന്നുവരെയും തന്നെ ഓർത്ത് വിഷമിച്ചിരുന്ന തന്റെ അമ്മ മാത്രമാണ്. എന്നാൽ ഇന്ന് തനിക്ക് തന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായതുപോലെ തനിക്കും വന്നിരിക്കുന്നു തന്നെ ഓർത്ത് കരയാൻ ഒരു പെണ്ണ്. അധികമൊന്നും ശരീരം അനങ്ങാൻ അവൾ അവൻ അനുവദിച്ചിരുന്നില്ല. ഓനത് കയ്യിൽ മുറിവുള്ള കൊണ്ട് ഭക്ഷണം പോലെ അവൾ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവന് വാരി വായിൽ വെച്ച് കൊടുത്തത്. മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്നവനിൽ ഇഞ്ചക്ഷൻ എഫക്റ്റ് വിട്ടതും വേദനയും ഞരക്കവും മൂളിൽ അനുഭവപ്പെടുന്നു. അവന് വേദനയോടെ നോക്കി നിന്നു. ഒരു വേള അവന്റെ അരികിലായി ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ ഒത്തു തന്നെയായിരുന്നു. ഗ്രഹസ്ഥനാക്കി മാറ്റിയതവള. അവളാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത്.